നിൽക്കുന്ന ബ്രദറൻ സമൂഹത്തിലെ സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന ബാലസംഘത്തിൻ്റെ ഈ വർക്കേഴ്സ് കോൺഫറൻസിൽ ചില വാക്കുകൾ പറയേണ്ടതിനും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന വാത്സല്യ സഹോദരീ സഹോദരന്മാരെ കാണുന്നതിനും അവസരമുണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പലവരും ഓർപ്പിച്ചതുപോലെ ബാലസംഘ പ്രവർത്തനങ്ങളുമായി വിവിധ നിലകളിൽ ബന്ധപ്പെട്ടു പോരുവാൻ നാളിതുവരെ സാധിച്ചുവെന്നുള്ളത് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു വിഷയമാണ്. ഈ ബാലസംഘത്തിന് എൻ്റെ പ്രായമുണ്ട്. അപ്പോൾ എൻ്റെ പ്രായം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സമയത്തും ഇന്ന് വൈകിട്ട് നടക്കുന്ന ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ആത്മീയ നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ ചില വാക്കുകൾ ഓർപ്പിക്കണമെന്ന് ഉള്ളിൽ താല്പര്യമുണ്ട്. ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പുത്തങ്കാവിൽ ബാലസംഘത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പങ്കാളിത്തം ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാർ എനിക്ക് നൽകാറുണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷവാനുമാണ്. ഇപ്പോൾ ഇവിടെ വർക്കേഴ്സ് കോൺഫറൻസ് എന്ന നാമധേയത്തിലാണ് ആരംഭം കുറിച്ചിരിക്കുന്നത്. വർക്കേഴ്സ് കോൺഫറൻസ് എന്നുള്ളതിനേക്കാൾ കുറേ കൂടെ ഭംഗി എനിക്ക് തോന്നിയത് SBS ലീഡേഴ്സ് കോൺഫറൻസ് എന്നാണ്. പ്രവർത്തകരാണല്ലോ ലീഡേഴ്സ്, പ്രവർത്തിക്കാത്തവർ ലീഡറാകുകയില്ലല്ലോ. ലീഡേഴ്സ് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ, വർക്കേഴ്സ് എങ്ങനെയാവണമെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ താല്പര്യം ദൈവത്തിനുണ്ട്. നമുക്കെല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ലീഡറുണ്ട്, ഒരു നേതാവുണ്ട്. ആരും അവകാശ പ്രഖ്യാപനം നടത്തിയിട്ടില്ലാത്തതുപോലെ ആ ലീഡർ തൻ്റെ ഐഹിക ജീവിതത്തിൽ ഒരവകാശ പ്രഖ്യാപനം പലതിനോടൊപ്പം ഇതും നടത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളിലാരും നായകൻ എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും ജീവിക്കുന്ന ദൈവജനത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ലീഡർ മാത്രമേ ഈ അവനിയുടെ മുഖത്തുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ വേറെ ആരെയാണ് ലോകത്തിൽ ഇത്രമാത്രം ആളുകൾ അനുഗമിക്കുന്നത്? കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ഭൗതിക ശാസ്ത്രത്തിലെ ഒരു രാഷ്ട്രീയ ആചാര്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ക്രിസ്തുവിനെക്കുറിച്ചുള്ള കഥകളിൽ ശരി എത്രയുണ്ട്, തെറ്റെത്രയുണ്ട് എന്നെനിക്കറിഞ്ഞുകൂടാ. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഏതൊരു നേതാവിൻ്റെയും പുറകെ അണിനിരക്കുന്നതിനേക്കാൾ ലക്ഷോപലക്ഷം
കോടാനുകോടികൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞു. പ്രസിദ്ധ എഴുത്തുകാരനായ അപ്പൻ പറഞ്ഞിരിക്കുന്നത് പോലെ ലോകത്തിൻ്റെ അതിരുകളെ അവകാശമാക്കിയവനാണ് കർത്താവായ യേശുക്രിസ്തു. അവിടുത്തെ പോലെ ഒരു നേതാവ് ആരാണുള്ളത്? ആ നേതാവിൻ്റെ പിറകെ യാത്ര ചെയ്യുവാൻ ഭാഗ്യം സിദ്ധിച്ച നാം എത്രയോ ധന്യരാണെന്നോർക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ സന്തോഷത്തിൻ്റെ തുടികൊട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നേതാവ് എങ്ങനെയാവണമെന്ന് ലോകത്തെ പഠിപ്പിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. എല്ലാ സൽഗുണങ്ങളും ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്ന ഒരാൾ രൂപമാണ് നമ്മുടെ കർത്താവായ യേശു. എല്ലാം കൊണ്ടും അദ്ദേഹത്തെ നേതാവ് എന്ന നിലയിൽ സ്വീകരിക്കാൻ അദ്ദേഹം യോഗ്യനാണ്. ഞാൻ അക്കമിട്ടുകൊണ്ട് 3-4 കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് തന്നിരിക്കുന്ന സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം എന്ന് താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തുവെന്ന നേതാവിൽ ഒന്നാമത് ഞാൻ കണ്ടത് അദ്ദേഹം ഈ ലോകത്തെ സ്വാധീനിച്ചവനാണ്. അവിടുത്തെ വാക്കുകളിലൂടെയും അവിടുത്തെ പ്രവൃത്തികളിലൂടെയും ജീവിതത്തിലൂടെയും അവിടുത്തെ മാതൃകയിലൂടെയും അവിടുന്ന് ലോകത്തെ സ്വാധീനിച്ചു. അവിടുത്തെ വാക്കുകളെക്കുറിച്ച് അത് ശ്രവിച്ച അന്നത്തെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു: ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും തന്നെ സംസാരിച്ചിട്ടില്ല. നിങ്ങളെൻ്റെ പഴയ ബൈബിള് നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങളത് പരിശോധിച്ചാൽ അവിടെ ഞാൻ അടിവരയിട്ടിട്ടുണ്ട്. പലവട്ടം എൻ്റെ കണ്ണുനീര് അവിടെ വീണിട്ടുണ്ട്. എന്തൊരു വാക്കാണ് അവിടെ പറയുന്നത്! ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ മറ്റാരും സംസാരിച്ചിട്ടില്ല. ആ വാക്കുകൾ ലോകത്തെ സ്വാധീനിച്ചതുകൊണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വന്നത്? രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ലോകത്തെ സ്വാധീനിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ പത്രോസിൻ്റെ പ്രഭാഷണത്തിൽ അത് സംബന്ധിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു, നന്മ ചെയ്തുകൊണ്ട് അവൻ സഞ്ചരിച്ചു എന്നാണ്. ലോകത്തിലേതൊരു നേതാവിനെ കുറിച്ച് അത് പറയാൻ കഴിയും. ഒരു ലീഡറിനെ കുറിച്ച്, ഏത് ലീഡറിനെ കുറിച്ച് പറയാൻ കഴിയും? നന്മ ചെയ്തുകൊണ്ട് അവിടുന്ന് സഞ്ചരിച്ചു. അപ്പോൾ അവിടുത്തെ വാക്കുകളും അവിടുത്തെ പ്രവർത്തനങ്ങളും ലോകത്തെ സ്വാധീനിച്ചു എന്നുള്ളത് ആ വചനങ്ങളിലൂടെയൊക്കെ വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മൂന്നാമത്, അവിടുത്തെ മാതൃകാ ജീവിതം ലോകത്തെ സ്വാധീനിച്ചിട്ടില്ലേ? ഏത് കവിവരനാണ് യേശുവിൻ്റെ ജീവിതത്തെ വർണ്ണിക്കാതിരുന്നിട്ടുള്ളത്? ഏത് സാഹിത്യകാരനാണ് യേശുവിൻ്റെ ജീവിതത്തെ വർണ്ണിക്കാതിരുന്നിട്ടുള്ളത്? ഏത് പ്രസംഗകനാണ് യേശുവിൻ്റെ ജീവിതത്തെ വർണ്ണിക്കാതിരുന്നത്? ഇന്നും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വർണ്ണന അവാച്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യേശുവിൻ്റെ മാതൃകാ ജീവിതത്തിൻ്റെ ഒരു വ്യക്തമാക്കൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ച് ഒത്തിരി പറയാനുണ്ടെങ്കിലും അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാചകം ഞാനിവിടെ പറയാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ ചെയ്തും ഉപദേശിച്ചും എന്നാണ്. സാധാരണയായിട്ട് പ്രയോഗമനുസരിച്ച് വരേണ്ടത് അവൻ ഉപദേശിച്ചും ചെയ്തും എന്നാണ്. എന്നാൽ യേശുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ചെയ്തും ഉപദേശിച്ചും എന്നാണ്. അവൻ എന്താണോ ചെയ്തത് അത് ഉപദേശിച്ചു. അവിടുന്ന് എന്താണോ ഉപദേശിച്ചത് അത് ചെയ്തു.
അതാണ് ഒരു ലീഡറിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ യേശു ആ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആ നായകൻ എന്നുള്ള നിലയിൽ അവിടുത്തെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു നായകൻ എന്ന് പറയുന്നത് മനസ്സലിവുള്ളവനായിരിക്കണം. മനസ്സലിവില്ലാത്തവൻ ഒരു നായകനായിരിക്കാൻ പറ്റുകയില്ല. എന്തായിരുന്നു യേശുവിൻ്റെ മനസ്സലിവ്? സുവിശേഷങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യേശുവിൻ്റെ മനസ്സലിവിനെ വർണ്ണിക്കുന്നുണ്ട്. ഒരിക്കലൊരു കുഷ്ഠരോഗി യേശുവിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. യേശു അതിന് കൊടുത്ത മറുപടി എന്താണ്? എനിക്ക് മനസ്സുണ്ടെന്നോ? എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാക എന്ന് പറഞ്ഞു. കുറെ കൂടെ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ച മറ്റൊന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ്. അവിടെ ഇടയനില്ലാത്ത ആടുകളെ പോലെ പുരുഷാരം ചിന്നിയവരും കുഴഞ്ഞവരുമായി കണ്ടിട്ട് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ മനസ്സ് അലിഞ്ഞുവെന്നാണ്. യേശുവിൻ്റെ മനസ്സ് ശരണമില്ലാത്തവരുടെ മേൽ, സങ്കേതമില്ലാത്തവരുടെ മേൽ ആ മനസ്സലിഞ്ഞുവെന്നുള്ളത് സുവിശേഷങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ യേശുവിൻ്റെ മനസ്സലിവിനെ വെളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അതിലേറ്റവും വലുതെന്താണ്? അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദാസരൂപമെടുത്ത് ഈ മണ്ണിലേക്ക് വന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ മനസ്സലിവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഫിലിപ്പിയർ 2:5 ആരംഭിക്കുമ്പോൾ അവിടെ പൗലോസ് തൻ്റെ അനുവാചകരോട് പറയുന്നുണ്ട്, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളിലുണ്ടായിരിക്കട്ടെ എന്നാണ്. ദാ അവിടെ ആ നായകൻ്റെ മനസ്സിൻ്റെ മാതൃക, ആ മനസ്സലിവ് നാം കാണുന്നുണ്ട്, ദർശിക്കുന്നുണ്ട്. വീണ്ടും ഈ നായകനെ കുറിച്ച് നാം മനസ്സിലാക്കിയാൽ, തനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുവാൻ ഒരുക്കപ്പെട്ടവനായിരുന്നു, ഒരുങ്ങിയവനായിരുന്നു, അല്ലെങ്കിൽ കൊടുത്തവനായിരുന്നു ഈ നായകൻ എന്ന് കാണാം. നാം സാധാരണ പറയുന്ന ഒരു വചനമുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വച്ചു കൊടുക്കുന്നു എന്നാണ്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, മറ്റൊരിടത്ത് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, സ്നേഹിതന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹമില്ലെന്നുള്ളത്. ആ സ്നേഹത്തിൻ്റെ പ്രകടനമല്ലേ ക്രൂശിൽ യേശുക്രിസ്തുവിൽ നാം കാണുന്നത്? അവിടുന്ന് സ്നേഹത്തിൻ്റെ ഒരാൾ രൂപമാണ്. അതാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യം. അവിടെ സ്നേഹത്തിന് ഒരു സ്വരൂപം കൊടുത്തിരിക്കുകയാണ്. ആ സ്വരൂപം ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. സ്നേഹത്തിന് കൈകൾ കൊടുത്താൽ, സ്നേഹത്തിന് കാലുകൾ കൊടുത്താൽ, സ്നേഹത്തിന് ഒരു ശരീരം കൊടുത്താൽ അതിന് കൊടുക്കേണ്ട പേരാണ് കർത്താവായ യേശുക്രിസ്തു. ആ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് തൻ്റെ ആളുകൾക്ക് വേണ്ടി അവിടുന്ന് ജീവനെ കൊടുത്തത്. അതാണ് ഒരു നായകൻ ചെയ്യേണ്ടത്. വേറെയൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഇതൊക്കെ എഴുതി കുറിച്ച് ക്രമീകരിച്ച കാര്യങ്ങളല്ല ഞാനിവിടെ പറയുന്നത്. 10-25 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ തന്നെ അതിനകത്ത് കാമ്പുണ്ടായിരിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. അടുത്തത് ഈ നായകനെ കുറിച്ച് പറയുന്നത്, ഒരു പ്രതിസന്ധി വന്നപ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകളെ ഇട്ടേച്ചു പോകുന്നവനല്ല ഈ നായകനെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം നാം വായിക്കുമ്പോൾ, യേശുവിനെ പിടിക്കുവാൻ ഗത്സമനെ തോട്ടത്തിൽ പടയാളികൾ വന്നിരിക്കുകയാണ്. അവരോട് പറയുന്ന ഒരു വലിയ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇതാണ്, എന്നെയാകുന്നു തിരയുന്നു എങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അവരെ ശത്രുവിൻ്റെ മുൻപിൽ ഇട്ട് കളഞ്ഞിട്ട് യേശു ഓടിപ്പോകുകയല്ല ചെയ്തത്. താൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ കൂടെയുള്ള ആളുകൾ മാറിപ്പോകാൻ, രക്ഷപ്പെടാൻ യേശു അവിടെ
വഴികളൊരുക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഇതാണ് ഏറ്റവും വലിയ നായകൻ, മാതൃകാ നായകൻ എന്നൊക്കെ പറയാൻ കഴിയുന്നത്. അത് വളരെ ശരിയല്ലേ? ഈ നായകൻ ജീവനെ വെച്ച് തന്നിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, ഇന്ന് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ഈ നായകനെ നമ്മൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വഴിയായി എത്രയോ 72 വർഷങ്ങളായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, വേണ്ട വിദേശങ്ങളിലും ബാലസംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വേര് സമൃദ്ധമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ യേശുവിനെ കണ്ടെത്തുന്നു, ഈ യേശുവിനെ പ്രസംഗിക്കുന്നു. ദൈവസഭകൾക്ക് അവരൊക്കെ ഒരനുഗ്രഹമായി തീർന്നിരിക്കുന്നു. അവരിൽ അനേകര് യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ഒരു പൂർണ്ണ സുവിശേഷ വേലയിലേക്ക് അവർ വന്നിരിക്കുന്നു. ഇതൊക്കെ ഓരോ നാഴികക്കല്ലുകളാണെന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് 72 വർഷമായ ബാലസംഘം പിന്നിട്ട വഴികളിലൂടെ മനസ്സുകൊണ്ട് ഒരു സഞ്ചാരം നടത്തിയാൽ ദൈവത്തിന് ഒരുപാട് സ്തോത്രം കരേറ്റാനുള്ള വക ദൈവം ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതിനൊക്കെ മുഖാന്തരമായി തീർന്ന നമ്മുടെ ലീഡർ, ഞാൻ അങ്ങനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയട്ടെ, നമ്മുടെ ലീഡർ, നമ്മുടെ നായകൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പരലോകത്തിൽ മാത്രമല്ല, ഓരോരോ ജീവിതങ്ങളിൽ അവിടുന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, ദൈവത്തിനു സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ബാലസംഘത്തിൻ്റെ പ്രവർത്തകരോട്, ലീഡേഴ്സിനോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമുക്ക് മുൻപേ കടന്നുപോയ ആ ലീഡറിനെ അനുഗമിച്ചുകൊണ്ട്, മാതൃകയാക്കിക്കൊണ്ട് ബാലസംഘ പ്രവർത്തനത്തിലൂടെ മുൻപോട്ട് പോകണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിന് 2 വചനങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഇട്ടുതരുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ദൈവത്തിനു സ്തോത്രം. ഒരു വലിയ നായകൻ നടന്നുപോയ വഴികളിലൂടെ അതേ കാലടിയിൽ നമ്മുടെ പാദം ചവിട്ടി ഉറപ്പിച്ചുകൊണ്ട് അവൻ നടന്നതുപോലെ നടക്കണമെന്ന് ദൈവം ഇവിടെയുള്ള ലീഡേഴ്സായ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത് മറ്റൊരു വാക്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ യേശുവിൻ്റെ കഷ്ടത വിവരിച്ചു വരുമ്പോൾ അവിടെ പത്രോസ് പറയുകയാണ്, പിന്തുടരുവാൻ നമുക്ക് നല്ല ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഇങ്ങനെ ഏതൊരു ലീഡറാണുള്ളത്, ഏത് നായകനാണുള്ളത്? ഈ നായകനെ പുൽകുവാൻ, നെഞ്ചോട് ചേർക്കുവാൻ, ഹൃദയത്തിൽ ഇടം കൊടുക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ നായകനെ പിൻപറ്റിക്കൊണ്ട് ബാലസംഘ പ്രവർത്തകർ മുന്നോട്ട് പോകട്ടെ. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്. ഇതൊന്നും കണ്ട് പകച്ചു നിൽക്കാതെ വിളിച്ചവൻ വിശ്വസ്തനാണ്. യുദ്ധവീരൻ നമുക്ക് മുൻപിലുണ്ട്, അവൻ്റെ പുറകെ നമുക്ക് അണിനിരന്ന് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഇനിയും ചില കുഞ്ഞുങ്ങൾ അപ്പം ചോദിക്കുന്നു. അവർക്കത് പകർന്നു കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റി യേശുവിന് വേണ്ടി അവരെ നേടാം. കർത്താവ് സഹായിക്കട്ടെ. സകല മഹത്വവും യേശുവിന്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.